ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ് വന്നിട്ട് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിരുന്നു. അപ്പോൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ നദികൾ കൊണ്ടുവന്നിട്ടുള്ള അവസാദങ്ങൾ അടിഞ്ഞ് അവിടെ ഫോം ചെയ്ത സമതലം വഴിയാണ് നമ്മുടെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം ഉണ്ടായിരിക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് വടക്ക് ശിവാലിക്കിനും അതുപോലെ ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലാണ് ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം സ്ഥിതി ചെയ്യുന്നത്. മേലെ ഉത്തരപർവ്വത മേഖലയുണ്ട്, താഴെ ഉപദ്വീപീയ പീഠഭൂമിയുണ്ട്. അപ്പോൾ ഇവിടെ മേലെയുള്ള പ്രദേശം എന്ന് പറയുന്നത് വലിയ കല്ലുകളും അതിന് തൊട്ട് താഴെ പറയുന്നത് ചെറിയ കല്ലുകളായിട്ടുള്ള പ്രദേശമാണുള്ളത്. താഴെ നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണുകളുമാണ് ഈ സമതലത്തിലുള്ളത്. പിന്നെ ഈ ഭൂരൂപീകരണ പ്രക്രിയയെ സഹായിക്കുന്ന സഹായികളെ ഭൂരൂപീകരണ സഹായികളെന്നും ആ ഒരു പ്രക്രിയയെ ഭൂരൂപീകരണ പ്രക്രിയ എന്നും പറയുന്നുണ്ട് പറഞ്ഞു. ഇങ്ങനെ നിക്ഷേപണങ്ങൾ നടന്നുകൊണ്ട് ഈ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോവുകയും അതുപോലെ ചില വസ്തുക്കളെ നിക്ഷേപിക്കുകയും ചെയ്യുന്ന താഴ്ന്ന പ്രദേശങ്ങൾ നിക്ഷേപിച്ചിട്ട് ഭൂരൂപീകരണ പ്രക്രിയയെല്ലാം സംഭവിക്കുന്നു. ഇങ്ങനെ നിക്ഷേപിക്കുന്ന പ്രക്രിയയെ നിക്ഷേപണം എന്നാണ് പറയുന്നത്. ഉയർന്ന പ്രദേശത്തുള്ള ഇളകിയ ശിലാപദാർത്ഥങ്ങളെ മഴവെള്ളം മറ്റൊരു പ്രദേശത്തേക്ക് നീക്കിക്കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ കാറ്റുകൾ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മണൽത്തരികൾ നീക്കിക്കൊണ്ടുപോകുന്നു. ഇതെല്ലാം എക്സാമ്പിൾസുകളാണ്. ഇനി എങ്ങനെയാണ് നദികളുടെ ഉത്ഭവങ്ങൾ എന്ന് പറഞ്ഞു. നദിയുടെ ഉത്ഭവം നമ്മുടെ ഉയർന്ന പ്രദേശങ്ങളിൽ ഉത്ഭവിക്കുന്ന നീർച്ചാലുകൾ ഒരുമിച്ച് അരുവികളാകും. ഈ അരുവികൾ ചേർന്ന് നദിയായി വികാസം പ്രാപിക്കും. ഇങ്ങനെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാലക്രമേണ അതിവിശാലമായ എക്കസമതലങ്ങൾ ഉൾപ്പെടെയുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ ഈ നദികൾ ഉണ്ടാകുന്നതിന് 3 ഭാഗങ്ങളാണ്. ഒന്ന് പ്രഭവസ്ഥാനം അല്ലെങ്കിൽ ഉത്ഭവസ്ഥാനം, അതാണ് ഉപരിഘട്ടം എന്ന് പറയുന്നത്. നമ്മുടെ കുന്നുകളിൽ നിന്നുള്ള നീർച്ചാലുകൾ ഒരുമിച്ച് ചേർന്ന് അരുവികളായി ചേരുന്നതാണ്. എന്നിട്ട് പിന്നെ മധ്യഘട്ടമുണ്ട്, പിന്നെ കീഴ്ഘട്ടമുണ്ട്. ഈ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലേക്ക് പതിക്കുന്ന ഇടത്തെ ഈ നദീഭാഗത്ത് പറയുന്ന പേരാണ് നദീമുഖം എന്ന് പറയുന്നത്. അപ്പോൾ നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവസ്ഥാനമെന്നും അവ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലെ പതിക്കുന്ന ഇടത്തെ നദീമുഖം എന്നും പറയുന്നു. ഇനി പറയാനുള്ളത് ഹിമാലയ പർവ്വത രൂപീകരണ സമയത്ത് ഹിമാദ്രിന്റെയും ഹിമാചൽ ശിവാലിക് അതിന് താഴെയായിട്ട് അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഫലഭൂയിഷ്ടമായ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത്. ഇത് സമതലമായതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾക്ക് താമസിക്കാനും അതുപോലെ തന്നെ ഫലഭൂയിഷ്ടമായ മണ്ണുള്ളത് കൊണ്ട് ഇവിടെ കൃഷി അങ്ങനെയുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് രൂപപ്പെടുകയും ചെയ്തു. ഹിമാലയ രൂപീകരണത്തിന്റെ ഫലമായി ഹിമാലയത്തിന്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടത്തിലാണ് അവ നിക്ഷേപിക്കപ്പെട്ടത്. ഈ എക്കൽ മണ്ണുകളെല്ലാം നിക്ഷേപിക്കപ്പെട്ടത്. അവ ഒരു 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെയുള്ള കനമുള്ള ഏകദേശം എക്കൽ നിക്ഷേപം ഈ ഒരു പ്രദേശത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫലഭൂയിഷ്ടമായ മണ്ണാണ്. ഫലഭൂയിഷ്ടമായ മണ്ണുള്ളത് കൊണ്ട് തന്നെ വളരെയേറെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ്. അതുകൊണ്ട് തന്നെ അവിടെ താമസിക്കാൻ നന്നായിട്ട് പറ്റുന്ന സ്ഥലമാണ് ഈ ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമതലത്തിന്റെ രൂപീകരണത്തിനെ കുറിച്ചൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് എവിടെ മുതൽ എവിടം വരെ വ്യാപിച്ചെടുക്കുന്നുണ്ട്? 3200 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചെടുക്കുന്നത്. 2400 കിലോമീറ്റർ നീളത്തിൽ ഈ സമതലം ഇന്ത്യയിൽ വ്യാപിച്ചിരിക്കുന്നു. ഇത് ഇന്ത്യയിൽ മാത്രമല്ല പാകിസ്ഥാനിലേക്കും കുറച്ച് വ്യാപിച്ചെടുക്കുന്നതാണ് ഈ സമതലം എന്ന് പറയുന്നത്. ഇതിന്റെ ശരാശരി വീതി 150 മുതൽ 300 കിലോമീറ്റർ ആണ്. ഇതിന്റെ വീതി എന്ന് പറയുന്നത്. വീട് അതിര് എന്ന് പറയുന്നത് മേലെ ശിവാലിക്ക്, താഴെ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇനി ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്ക സമതലം അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയുമാണ് ഈ സമതലം എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? ഗോതമ്പുണ്ട്, ചോളമുണ്ട്, കരിമ്പുണ്ട്, നെല്ലുണ്ട്, പയർവർഗ്ഗങ്ങൾ, പരുത്തി, ഇങ്ങനെ കൃഷിക്ക് അനുയോജ്യമായ ഒരു സ്ഥലം കൂടി ആയതുകൊണ്ട് തന്നെ ഇവയെല്ലാം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഭൂമിശാസ്ത്ര മേഖല എന്ന് പറയുന്നത് ഈ സമതലം തന്നെയാണ്. കാരണം സമതലങ്ങളിലാണ് നമുക്ക് ജീവിക്കാൻ ഈസി ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. നമുക്ക് പർവ്വതങ്ങൾ ജീവിക്കുക എന്ന് പറയുന്നത് കുറച്ച് ദുഷ്കരമാണ്. അപ്പോൾ സമതലമാണ് അതിൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. ഈ ഉത്തര മഹാസമുദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. രാജസ്ഥാനുണ്ട്, പഞ്ചാബ് ഉണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, ഹരിയാനയുണ്ട്, ബീഹാർ ഉണ്ട്, പശ്ചിമ ബംഗാളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ആസാം, ബീഹാർ. ഇവിടെയൊക്കെയാണ് ഈ ബ്രഹ്മപുത്ര സമതലം ഉള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. രാജസ്ഥാൻ, നമ്മൾ ഈ ഭൂപടം നോക്കിയാൽ തന്നെ അറിയാം രാജസ്ഥാൻ എവിടെയുണ്ട്.
രാജസ്ഥാൻ ഇവിടെയുണ്ട്, പഞ്ചാബ് ഇവിടെയുണ്ട്, പശ്ചിമ ബംഗാൾ ഇവിടെയുണ്ട്, ആസാം ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ഈ ഉത്തർപ്രദേശ് ഇവിടെയുണ്ട്, ബീഹാർ ഇവിടെയുണ്ട്, ഹരിയാനയുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലാണ് ഈ ഒരു പീഠഭൂമി, ഈ ഒരു സമതലം ഉള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ലൂണി, ബെത്വ, കെൻ, സോൺ എന്നിവയൊക്കെയല്ല എന്തിൻ്റെയാണ്? നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ നദികളാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളും അതിൻ്റെ പോഷക നദികളും, അതുപോലെ ഗംഗയുടെ പോഷക നദികളും, അതുപോലെ തന്നെ ബ്രഹ്മപുത്ര പോഷക നദികളും ഒരുമിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ സമതലം എന്ന് പറയുന്നത്. കാർഷിക മേഖലയ്ക്ക് നല്ല അനുയോജ്യമായ മണ്ണാണുള്ളത് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശവും, അതുപോലെ തന്നെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശവും ഈ സമതലമാണ്. ഒന്ന്. രണ്ടാമത്തത്, ഈ സമതലത്തിൽ പണ്ടുതൊട്ടേ ആളുകൾ വസിച്ചിരുന്നതുകൊണ്ട് നമ്മുടെ സംസ്കാരങ്ങൾ, ആദ്യകാല സംസ്കാരങ്ങൾ വളർന്നു വന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇതിനെ ഇന്ത്യൻ മാനവികതയുടെ കളിത്തൊട്ടിൽ എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശമാണ്. എന്താണ്? ഇന്ത്യൻ മാനവികതയുടെ കളിത്തൊട്ടിൽ. അതുമാത്രമല്ല, ഇന്ത്യയുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നതും ഈ പ്രദേശമാണ്. ഏതാണ്? ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നതും ഈ സംസ്ഥാനമാണ്, ഈ പ്രദേശമാണ്. ഈ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങൾ എന്ന് പറയുന്നത് 4 ഇതിനെ വിഭജിച്ചിരിക്കുന്നത്. ഒന്ന്, ബ്രഹ്മപുത്ര സമതലം. ബ്രഹ്മപുത്ര സമതലം, ഗംഗാ സമതലം, പഞ്ചാബ്, ഹരിയാന സമതലം, രാജസ്ഥാൻ സമതലം. അപ്പോൾ ഈ സമതലത്തിലെ പ്രാദേശികമായിട്ട് എങ്ങനെ വിഭജിച്ചിരിക്കുന്നത്? ബ്രഹ്മപുത്ര സമതലം, ഗംഗാ സമതലം, പഞ്ചാബ്, ഹരിയാന സമതലം, രാജസ്ഥാൻ സമതലം. ഇങ്ങനെ 4 ഇവയെ വിഭജിച്ചിരിക്കുന്നത്. ഇനി രാജസ്ഥാൻ സമതലം ഫസ്റ്റ് നോക്കാം. താർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് അറ്റമാണ്. അപ്പോൾ നമ്മൾ രാജസ്ഥാൻ അവിടെ ഇരിക്കുന്നു, ഉത്തർപ്രദേശ് അവിടെ ഇരിക്കുന്നു, പശ്ചിമ ബംഗാൾ അവിടെ ഇരിക്കുന്നു, ബീഹാർ അവിടെ ഇരിക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളും എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ഏകദേശ ഐഡിയ ഉണ്ടാവണം. അപ്പോൾ ഇത് രാജസ്ഥാനിൽ നമ്മൾ അറിയാം, നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്താണ് രാജസ്ഥാൻ ഉള്ളത്. അപ്പോൾ താർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലത്തിന് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് അറ്റമാണ്. താർ മരുഭൂമിയുടെ 2 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ അയൽ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്നും അർദ്ധ മരുഭൂമി മേഖല, അർദ്ധ വരണ്ട സമതലം അഥവാ രാജസ്ഥാൻ ബാഗർ എന്നും താർ മരുഭൂമിയെ 2 പ്രധാന മേഖലകളിലാക്കി തിരിക്കാം. അപ്പൊ താർ മരുഭൂമി എങ്ങനെ 2ആയിട്ട് വിഭജിച്ചിരിക്കുന്നത്? ഒന്ന് ഫുൾ മരുഭൂമി, അതിനെ എന്താ പറയാ? മരുസ്ഥലി. രണ്ടാമത്തത് അർദ്ധ ഭൂമി മേഖല, അർദ്ധ മരുഭൂമി മേഖല. അഥവാ രാജസ്ഥാൻ ബാഗർ. എന്നും താർ മരുഭൂമി 2 പ്രധാന മേഖലകളായിട്ട് തരംതിരിക്കാം. ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറായാണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത്. കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂണി ഈ സമതലത്തിലെ പ്രധാന നദിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ലൂണി നദി കണ്ടില്ലേ? ഈ ലൂണി നദി ഇതിലെ പ്രധാന നദിയാണ്. അത് കാലാവസ്ഥയെ കാലികമായിട്ട് മാത്രമുള്ള നീരൊഴുക്കാണ്. അതായത് കാലാവസ്ഥയെ ഡിപ്പെൻസ് ചെയ്യുന്ന ഇതാണ്. എല്ലാ സമയത്തും അതിൽ വെള്ളം ഉണ്ടാവുകയില്ല. രാജസ്ഥാനിൽ നിരവധി ഉപ്പു തടാകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സാമ്പാർ, ദിദ്വാന, സാർഗോൾ എന്നിവ രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന ഉപ്പു തടാകങ്ങളാണ്. അപ്പോൾ സാമ്പാർ, ദിദ്വാന, സാർഗോൾ ഈ 3 ഉപ്പു തടാകങ്ങൾ എവിടെയുള്ളത്? രാജസ്ഥാനിലുണ്ട്. ഇതാണ് രാജസ്ഥാൻ സമതലത്തെ കുറിച്ച് എസ്ആർടിയിൽ പറയുന്നത്. ഇനി അടുത്തതാണ് പഞ്ചാബ് ഹരിയാന സമതലം. പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറഞ്ഞാൽ പഞ്ചാബിലും ഹരിയാനയിലുമായിട്ട് വ്യാപിച്ചിരിക്കുന്ന സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത്. ഇനി രാജസ്ഥാൻ സമതലത്തിൽ നിന്ന് എവിടേക്കാണ് പോകേണ്ടത്? വടക്കോട്ടും അതുപോലെ കിഴക്കോട്ടും സഞ്ചരിച്ചാൽ എന്ത് സംഭവിക്കും? ഫലഭൂയിഷ്ടമായ ഒരു സമതലമായി മാറും. നമുക്കറിയാം രാജസ്ഥാനിലുള്ള മരുഭൂമിയിലെ മണ്ണാണ് ഉള്ളത്. അതിനുശേഷം കിഴക്കോട്ടും അതുപോലെ തന്നെ വടക്ക് കിഴക്കോട്ടും സഞ്ചരിച്ചാൽ എന്ത് സംഭവിക്കും? നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു സമതലം കാണാൻ പറ്റും. രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്ക് കിഴക്കുമായി വ്യാപിച്ചിരിക്കുന്ന സമതല ഭാഗമാണ് പഞ്ചാബ് ഹരിയാന സമതലം. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഇത്.
യമുന തീരം വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിന്റെ കിഴക്കൻ അതിര് യമുന നദിയാണ്. അപ്പോൾ പഞ്ചാബ് ഹരിയാന സമതലം ഏതുവരെയാണ് വ്യാപിച്ചിരിക്കുന്നത്? യമുന നദി വരെയാണ് വ്യാപിച്ചിരിക്കുന്നത്. ഇത് പടിഞ്ഞാറ് ഭാഗത്താണ് ഇതുള്ളത്. ഇതിന്റെ കിഴക്ക് അതിര് എന്ന് പറയുന്നത് യമുനയാണ്. ഇനി ഈ പഞ്ചാബ് ഹരിയാന സമതലത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പിന്നെ അറിയേണ്ടത് സിന്ധു നദിയും അതിന്റെ പോഷക നദികളും ചേർന്നിട്ടാണ് ഈ സമതലം രൂപീകരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് സിന്ധുവിന്റെ പോഷക നദികൾ? ചലം, ചിനാബ്, രവി, ബിയാസ് ഈ നദികളുടെ ഡോബുകളിലാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? ഈ സമതലം രൂപീകരിച്ചിരിക്കുന്നത്. ഈ ഡോബുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് നദികൾ, ഈ ഒരു ഏരിയ, രണ്ട് പോഷക നദികളുണ്ട്. ഇപ്പൊ ചിനാബ്, രവി വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതെടുക്കാം. ഇപ്പൊ ഈ ഒരു ഏരിയനെ നമ്മൾ എന്ത് പറയാ? ഡോബുകൾ എന്ന് പറയുക. രണ്ട് നദികളുടെ ഇടയിലുള്ള സ്ഥലമാണ് ഡോബുകൾ എന്ന് പറയുന്നത്. ഈ ഡോബുകൾ എക്കൽ എന്ന് പറഞ്ഞ ഈ രണ്ട് നദികൾ കൊണ്ടുവരുന്ന എക്കൽ എന്ന് പറഞ്ഞ പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുക? ഡോബുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് എന്ത് രൂപീകരിച്ചിരിക്കുന്നത്? നമ്മുടെ പടിഞ്ഞാറൻ അറ്റത്തുള്ള പഞ്ചാബ് ഹരിയാന സമതലം. ഈ പഞ്ചാബ് ഹരിയാന സമതലമാണ് ഈ പിങ്ക് കളറിൽ കാണുന്നത്. ഈ മരുഭൂമിയിലുള്ള ഈ സാധനമാണ് നമ്മുടെ രാജസ്ഥാൻ സമതലം എന്ന് പറയുന്നത്. ഇത് പഞ്ചാബ് ഹരിയാന സമതലമാണ്. ഇതാണ് ഗംഗാ സമതലം എന്ന് പറയുന്നത്. ഇതാണ് വളരെ വിശാലമായിട്ടുള്ള സമതലം. ഈ ചെറുതാണ് ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോബുകളാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ പ്രധാനമായും പഞ്ചാബ് ഹരിയാന പ്രദേശത്ത് വ്യാപിച്ചിരിക്കുന്ന ഇതിനെ എന്താ പറയുന്നു? നമ്മുടെ പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നു. ഇവിടുത്തെ പ്രധാന വിളകൾ എന്തൊക്കെയാണ്? കരിമ്പ്, ചോളം, ഗോതമ്പ് ഇവയൊക്കെയാണ് പഞ്ചാബ് ഹരിയാനയിൽ ഉള്ളത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഞാൻ പറഞ്ഞിരുന്നു ഡോബുകൾ പറഞ്ഞു. അപ്പോൾ ഈ ഡോബുകൾ ഇവിടെ താഴെ വരുന്നുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിൽ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളായി വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിന്റെ വ്യാപ്തി ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പടിഞ്ഞാറോട്ട് നേരിയ ചരിവുള്ള ഈ സമതലത്തിന്റെ പ്രധാന ഭാഗമായ പഞ്ചാബ് സമതലം മുഖ്യമായും സത്ലജ്, ചലം, ചിനാബ്, രവി, ബിയാസ് എന്നീ നദികൾ വഹിച്ചുകൊണ്ടിരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടതാണ്. പഞ്ചാബ് 5 നദികളുടെ നാടെന്നും അറിയപ്പെടുന്നു. പഞ്ചാബ് 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നു. പഞ്ചാബ് ഹരിയാന സമതലത്തെ 5 പ്രധാന ദോബുകളായി തരംതിരിച്ചിരിക്കുന്നു. എന്താണ് ദോബുകൾ എന്നറിയുമ്പോൾ? പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ഈ ദോബുകൾ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടിരുന്നോ? നോക്ക്, ഇവിടെ 5 ദോബുകളുണ്ട്. 1, 2, 3, 4, 5. അപ്പോൾ ഈ നമുക്ക് ഓരോന്നെടുക്കാം. സത്ലജ് നദിക്കും ബിയാസ് നദിക്കും. അപ്പോൾ ബിയാസ് നദിയിലെ ബി എടുത്തു, സത്ലജ് നദിയിലെ സ്ത് എടുത്തു. അപ്പോൾ ബിസ്ത്. അപ്പോൾ ബിസ്ത് ദോബ് സ്ഥിതി ചെയ്യുന്നത് ബിയാസിനും സത്ലജിനും ഇടയിലാണ്. ഇതിങ്ങനെ ഓർത്ത് വെക്കേണ്ടത്. ബിയാസിനും ഈ നദികളുടെ പേരും വെച്ചിട്ട് തന്നെയാണ് ഈ ദോബുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ബിയാസിനും സത്ലജിനും ഇടയിൽ ബിസ്ത് ദോബ്. അടുത്തത് ബാരി ദോബ്. ബാരി ആകുമ്പോൾ ബ, ബിയാസിന്റെയും രവിയുടെയും ബിയാസിന്റെയും രവിന്റെയും ഇടയിലാണ് ബാരി ദോബ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തത് രചന ദോബ്. രചന ദോബ് ആകുമ്പോൾ എന്താണ്? രവിയുടെയും ചെനാബിന്റെ ഇടയിലാണ് രചന ദോബ് ഉള്ളത്. ഇനി അടുത്തതാണ് ചാജ് ദോബ്. ചാജ് ദോബ് എവിടെയാണുള്ളത്? ച, അപ്പൊ ചിനാബ്, ജ, ചലം, ഇതിന്റെ രണ്ടിനും ഇടയിലാണ് ചാജ് ദോബ് ഉള്ളത്. ഇനി സിന്ധു സാഗർ ദോബ് എവിടെയുള്ളത്? അത് സിന്ധു നദിക്കും ചലം നദിക്കും ഇടയിലാണ് ഈ സിന്ധു സാഗർ ദോബ് ഉള്ളത്. ഇങ്ങനെ 5 ദോബുകൾ ആയിട്ടാണ് ഈ സമതലം സ്ഥിതി ചെയ്യുന്നത്. അത് പഞ്ചാബ് ഹരിയാന സമതലം സ്ഥിതി ചെയ്യുന്നത്. ഇനി പ്രധാന ദോബുകൾ എഴുതിയിട്ടുണ്ട്. ബിസ്ത് ജലന്ധർ ദോബ്. ബിയാസ്, സത്ലജ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ബിസ്ത് ജലന്ധർ ദോബ് എന്ന് പറയുന്നത്. ബാരി ദോബ് വന്നിട്ട് ബിയാസ്, ബാരിയുടെ ബിയും രവി എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി രചന ദോബ് എന്താണ്? രവി നദിക്കും ചിനാബിനും ഇടയിലാണ് രചന ദോബ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ചാജ് ദോബ് ചിനാബിനും ചലത്തിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സിന്ധു സാഗർ ദോബ് ചലം, ചിനാബ് നദികൾക്കും സിന്ധു നദികൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് സിന്ധു സാഗർ ദോബ്. അപ്പൊ ഇതാണ് എന്തിനെ കുറിച്ച് പറയാനുള്ളത്? പഞ്ചാബ് ഹരിയാന സമതലത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതാണ് ഗംഗാ സമതലം. ഗംഗാ സമതലം എന്ന് പറഞ്ഞാൽ പഞ്ചാബ് ഹരിയാന സമതലത്തിന് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സമതല വിഭാഗമാണ് ഗംഗാ സമതലം എന്ന് പറയുന്നത്. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു. നമ്മൾ
പഞ്ചാബ് ഹരിയാന സമതലം പറയുമ്പോൾ പറഞ്ഞിരുന്നു അതിന്റെ കിഴക്കേ അതിര് എന്ന് പറയുന്നത് യമനിയാണ്. അപ്പോൾ യമനിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ട് ബംഗ്ലാദേശ് വരെ വ്യാപിച്ചു കിടക്കുന്ന സമതലമാണ് ഈ ഗംഗാ സമതലം എന്ന് പറയുന്നത്. ഏകദേശം 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഈ സമതലം ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെയും ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഗംഗാനദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടത്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 200 മീറ്റർ ഉയരമുള്ള ഗംഗാ സമതലത്തിന്റെ പൊതുവായ ചരിവ് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടുമാണ്. ഗംഗാ സമതലത്തിന്റെ പൊതുവായിട്ടുള്ള ചരിവ് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടുമായിട്ടാണ്. ഇവിടെയുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി. ഇനി ജാർഖണ്ഡിലും പശ്ചിമ ബംഗാളിലും കുറച്ച് വ്യാപിച്ചു കിടക്കുന്നു. ഇങ്ങനെയാണ് ഈ ഗംഗാ സമതലം വ്യാപിച്ചു കിടക്കുന്നത്. ഇനി ഗംഗാ സമതലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയിൽ മാത്രമല്ല ബംഗ്ലാദേശിലും കൂടി കുറച്ച് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഗംഗയും അതിന്റെ പോഷക നദികളും കൊണ്ടുവന്നിട്ടുള്ള എക്കശേഖരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ പഴയ ഒരു പേരായിരുന്നു ആര്യാവർത്തം. എന്താണ്? ആര്യാവർത്തം എന്നത് ഇതിന്റെ പഴയ പേരാണ്. പിന്നെ ഇതാണ് നോക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വിശാലമായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഗംഗാ സമതലമാണ്. ഈ മഞ്ഞ കണ്ടതിൽ ഇത്രയും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വിശാലമായത് ഗംഗാ സമതലമാണ്. ഇനി ഇവിടെയുള്ള മെയിൻ ആയിട്ടുള്ള കാർഷിക വിളകൾ അതൊക്കെയാണ്. നമുക്കറിയാം ഗോതമ്പ് ഉണ്ടാക്കുന്നുണ്ട്, നെല്ലുണ്ടാക്കുന്നുണ്ട്, കരിമ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ പ്രധാനമായ കാർഷിക വിളകളാണ്. ഇനി ഇവിടെ ഉള്ള പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ജലഗതാഗതം, ഉൾനാടൻ ജലഗതാഗതത്തിന്റെ മെയിൻ ഏരിയ, ഏറ്റവും അധികം ഉൾനാടൻ ജലഗതാഗതം കാണപ്പെടുന്ന മേഖലയാണ് ഈ മേഖല എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഗംഗയിലും അതുപോലെ യമുന അവിടെയിലെല്ലാം ഉള്ള ഉൾനാടൻ ജലഗതാഗതത്തിന്റെ മേഖല ഇന്ത്യയിലെ ഏറ്റവും ഉൾനാടൻ ജലഗതാഗതത്തിന്റെ പ്രത്യേക മേഖലയാണ് ഈ മേഖല എന്ന് പറയുന്നത്. ഇനി ഇതിന് ഗംഗാ സമതലത്തിലെ പ്രധാന മേഖലകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് മിഥില സമതലം, ഔദ് സമതലം, മഗധ സമതലം, റോഹിൽഖണ്ഡ് സമതലം എന്നിങ്ങനെ പ്രധാന സമതലങ്ങളായിട്ട് പറയുന്നുണ്ട്. അതൊക്കെയാണ് റോഹിൽഖണ്ഡ് സമതലം, മിഥില, മഗധ, ഔദ് എന്നിങ്ങനെ ഈ 4 സമതലങ്ങളായിട്ട് ഇതിനെ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഗംഗാ സമതലത്തെ കുറിച്ച് പറയാനുള്ളത്. ഇതില്ലാതെ ഈ ഗംഗാ സമതലത്തിന് വീണ്ടും 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഉപരിഗംഗാ സമതലം, മധ്യഗംഗാ സമതലം, കീഴ്ഗംഗാ സമതലം ഇങ്ങനെ 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഉപരിഗംഗാ സമതലം ഈ ഭാഗത്താണ്. പഞ്ചാബ് ഹരിയാന കഴിഞ്ഞിട്ട് ഡൽഹി അതുപോലെ തന്നെ ഉത്തർപ്രദേശിന്റെ സ്റ്റാർട്ടിങ് ആ ഭാഗത്തൊക്കെയാണ് എന്തുള്ളത്? നമ്മുടെ ഉപരിഗംഗാ സമതലമുള്ളത്. പിന്നെ മധ്യഗംഗാ സമതലമുണ്ട്, കീഴ്ഗംഗാ സമതലമുണ്ട്. ഇനി അടുത്താണ് ബ്രഹ്മപുത്ര സമതലം. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗമാണ് ബ്രഹ്മപുത്ര സമതലം അല്ലെങ്കിൽ ബ്രഹ്മപുത്ര താഴ്വര, അസം താഴ്വര, അസം സമതലം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകൾ ഇവ അറിയപ്പെടുന്നു. അസമിന്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ദുബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചുകിടക്കുന്ന ഈ സമതലത്തിന് ഏകദേശം 720 കിലോമീറ്റർ നീളവും ശരാശരി 60 മുതൽ 70 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് അസമിലാണ്. പൊതുവെ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ കിഴക്കോട്ടുള്ള തുടർച്ചയായിട്ടാണ് ബ്രഹ്മപുത്ര സമതലത്തിലെ കണക്കാക്കുന്നതെങ്കിലും ഭൂമിശാസ്ത്രപരമായി ബ്രഹ്മപുത്ര സമതലം വേറിട്ട് നിൽക്കുന്നു. വടക്ക് എന്താണ് ഉണ്ടാവുക? വടക്ക് ഹിമാലയം ഉണ്ടാവും. കിഴക്ക് എന്താണ്? കിഴക്കൻ കുന്നുകളുണ്ട്. അതുപോലെ കിഴക്ക് പത്കായ്, നായ്ക്ക് കുന്നുകൾ, തെക്കെന്താണ്? ഗാസി, ഗാരോ, ജാന്തിയ കുന്നുകൾ, കിഴക്കൻ ഹിമാലയം, മിഗർ കുന്നുകളും ചേർന്ന് ഈ സമതല ഭാഗത്ത് വേർതിരിച്ച് നിർത്തുന്നു. ബ്രഹ്മപുത്ര സമതലത്തിന്റെ പടിഞ്ഞാറായിട്ട് കീഴ്ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഈ ബ്രഹ്മപുത്ര സമതലം എങ്ങനെയാണ്? ഇവിടെ കിഴക്കൻ കുന്നുകളുണ്ട്, ഇവിടെ ഹിമാലയമുണ്ട്, ഇവിടെ എന്തുണ്ട്? ഗാസി, ഗാരോ, ജാന്തിയ കുന്നുകളുണ്ട്, ഇവിടെ ഗാസി, ഗാരോ, ജാന്തിയ കുന്നുകളുണ്ട്, ഇവിടെ ഗംഗാ സമതലത്തിന് കീഴ്ഗംഗാ സമതലം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. പക്ഷെ ഇതിനെ ഒരു തുടർച്ചയായിട്ടാണ് പറയുന്നതെങ്കിലും ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഇതാണ് ബ്രഹ്മപുത്ര സമതലത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇവിടുത്തെ പ്രധാന കൃഷി നമുക്കറിയാം, പശ്ചിമ ബംഗാളിന്റെ അവിടെയുള്ള പ്രധാന കൃഷി എന്ന് പറയുന്നത് ചണമാണ്. അപ്പോൾ ഇവിടെ ചണം, നെല്ല് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കൃഷികൾ എന്ന് പറയുന്നത്. ഇനി ഉത്തര മഹാസമുദ്രത്തിന്റെ കിഴക്കൻ മേഖലയാണ് ഈ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. ഗംഗാ സമതലത്തിന് കീഴ്ഭാഗത്തായി രൂപം കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരുപാട് ഡെൽറ്റകളുണ്ട്. ഈ ബ്രഹ്മപുത്ര സമതലത്തിൽ ഒരുപാട് ഡെൽറ്റകളുണ്ട്. അതുപോലെ തന്നെ ഈ സമതലത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റകൾ രൂപപ്പെടുന്നത്. ഡെൽറ്റകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നദീമുഖത്ത് ഇത് അവിടെ എഴുതിയിട്ടുണ്ട്. ഏകദേശം
56,275 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സമതലം ബ്രഹ്മപുത്ര നദിയുടെയും അതിന്റെ പോഷക നദികളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെട്ടതാണ്. ടീസ്ത, മാനസ്, ലോഹിത്, ദിബാംഗ് എന്നിവയാണ് ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ. അപ്പോൾ ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ടീസ്ത, മാനസ്, ലോഹിത്, ദിബാംഗ്. ഈ സമതലം എക്കൽ വിശറുകളാൽ സമ്പന്നമാണ്. എന്താണ് എക്കൽ വിശറുകൾ എന്ന് നമുക്ക് നോക്കാം. എന്താണ് എക്കൽ വിശറുകൾ? നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ സമയത്ത് ഇതൊക്കെ കണ്ടില്ലേ, ഇവിടെ കണ്ടിട്ടുണ്ട്. ഇവിടെ നദികൾ സമതലത്തിൽ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇവ ഒന്നും ഇങ്ങനെ വീശറി പോലെ ഇങ്ങനെ അവസാദങ്ങൾ, അതുപോലെ എക്കൽ മണ്ണുകൾ, അവ ഒരു വീശറി പോലെ പരന്നൊഴുകിയിട്ട് എല്ലായിടങ്ങളിലേക്കും വിക്ഷേപിക്കും. ഈ ഒരു അവസ്ഥയാണ് എക്കൽ വിശറി എന്ന് പറയുന്നത്. അപ്പോൾ നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ അവയുടെ ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും അതിനാൽ അവ വഹിച്ചുകൊണ്ടിരിക്കുന്ന അവസാദങ്ങൾ എന്ത് ചെയ്യും? ഒരു വീശറയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന ഭൂരൂപങ്ങളാണ് എന്തെന്ന് പറയുന്നത്? എക്കൽ വിശറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എക്കൽ വിശറുകൾ എന്താണെന്ന് പറഞ്ഞു. ഇനി മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും. ഇനി വേറൊന്നാണ്, സമതല പ്രദേശങ്ങളിലൂടെ തുടർന്നൊഴുകുന്ന നദികൾ പല ചാലുകളായിട്ട് പിരിയുന്നു. ഒഴുക്ക് തീരെ കുറയുമ്പോൾ വളഞ്ഞു ഒഴുകുകയും പിന്നീട് അവ ഓക്സ്ബോ തടാകങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഈ നദികൾ ഇങ്ങനെ വരികയാണ്. നദികൾ ഫസ്റ്റ് വരുന്ന സമയത്ത് നല്ല ഇതുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യും? നിക്ഷേപിക്കപ്പെടും. ഇവിടെ വേഗത കമ്മിയാവുന്ന സമയത്ത്, അതായത് ഇവിടെ നിക്ഷേപിക്കപ്പെട്ട മണ്ണ് കൂടുകയും വീടിയുള്ള വേഗത കമ്മിയാവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവയ്ക്ക് മുന്നോട്ട് ഇങ്ങനെ പോകാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇവ വളഞ്ഞു പോകും. ഇവിടെ ഇങ്ങനെ പോകാതെ ഇങ്ങനെ വളഞ്ഞു പോകും. ഇങ്ങനെ വളഞ്ഞപ്പോൾ പിന്നെ വീണ്ടും ഇവിടെ നിക്ഷേപിക്കുകയായി. അപ്പോൾ വീണ്ടും ഇങ്ങനെ തിരിയും. ഇങ്ങനെ വളഞ്ഞ് ഒഴുകുന്നതിനെയാണ് എന്ത് പറയുക? നമ്മൾ മിയാൻഡറുകൾ എന്ന് പറയാം. ഇങ്ങനെ രൂപപ്പെടുന്നതിനെയാണ് നദി മിയാൻഡറിങ് അല്ലെങ്കിൽ മിയാൻഡറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ഈ നദികൾ ഇങ്ങനെ അവസാനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഫാസ്റ്റ് കമ്മിയായതിനു ശേഷം ഇങ്ങനെ നമ്മൾ വളഞ്ഞ് ഒഴുകുന്നു. അങ്ങനെ മിയാൻഡറുകൾ ഉണ്ടായി. സപ്പോസ് പിന്നീട് ഇതിന്റെ വെള്ളം കൂടിയിട്ട് ഇതിന്റെ ഫാസ്റ്റ് കൂടണം വയ്ക്കുക. അപ്പോൾ ഇവിടെയുള്ള എക്കൽ മണ്ണിനെ അത് തുരത്തിയെടുത്തിട്ട് ഇങ്ങനെ നേരെ വീണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ മാത്രം ഇങ്ങനെ വെള്ളം വന്നിട്ട് പിന്നെ അവസാനം എന്ത് ചെയ്യും? ഇതിങ്ങനെ വെറുതെ ഇവിടെ ഒരു തനിയായിട്ടുള്ള ലേക്ക് അല്ലെങ്കിൽ തടാകങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇങ്ങനെയുള്ള തടാകങ്ങളെയാണ് നമ്മൾ എന്താ പറയുക? ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുക. എന്താണ്? ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുക. അപ്പോൾ നമുക്കൊന്നും കൂടി വായിച്ചു നോക്കാം. സമതല പ്രദേശങ്ങളിലൂടെ തുടർന്നൊഴുകുന്ന നദികൾ പല ചാലുകളായിട്ട് പിരിയുന്നു. ഒഴുക്ക് തീരെ കുറയുമ്പോൾ വളഞ്ഞു ഒഴുകുകയും പിന്നീട് അവ ഓക്സ്ബോ തടാകങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. നദികൾ ഇങ്ങനെ വളഞ്ഞു ഒഴുകുന്നതിന് നദീ മെയാൻഡറിങ് അല്ലെങ്കിൽ നദീ വലയങ്ങൾ, ഓർത്തേക്ക് എന്താണ്? നദീ മെയാൻഡറിങ് അല്ലെങ്കിൽ നദീ വലയങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ ഇതിന് എക്സാമ്പിൾ ആണ് ഈ നദീ മെയാൻഡറിങ്ങിന് എക്സാമ്പിൾ ആണ് ഇങ്ങനെ കണ്ടല്ലേ, ഇങ്ങനെ വളഞ്ഞു ഒഴുകുന്നതാണ് നദീ മെയാൻഡറിങ് എന്ന് പറയുന്നത്. ആദ്യം കൊണ്ടുവരുന്ന നദി ഇവിടെ അവസാദങ്ങൾ രൂപപ്പെടുത്തി, അത് എൻ്റെ ഫാസ്റ്റിന് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങോട്ട് മൂവ്മെന്റ് നടത്താൻ കഴിയില്ല. അപ്പൊ അത് വളഞ്ഞു ഒഴുകും. വീണ്ടും ഇവിടെ ഫോം ചെയ്യും, ഇവിടെ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെടും. പിന്നീട് വീണ്ടും അവ വളഞ്ഞ് അപ്പുറത്ത് ഒഴുകും. ഇങ്ങനെ ഉണ്ടാകുന്നതാണ് നദി മിയാൻഡറിങ് എന്ന് പറയുന്നത്. ഇനി നദി താരതമ്യേന ചരിവ് കുറഞ്ഞതോ നേരിയ ചരിവുള്ളതോ ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവസാദ നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അതിന്റെ ഫലമായി നദി വളഞ്ഞു ഒഴുകി വലയങ്ങൾ അല്ലെങ്കിൽ മിയാൻഡറുകൾ സൃഷ്ടിക്കുന്നു. തുടർച്ചയായ അപരദന നിക്ഷേപണ പ്രക്രിയ മൂലം ഇത്തരം വലയങ്ങൾ കൂടുതൽ വളയുന്നു. പിന്നീട് ഒഴുക്ക് നടക്കുമ്പോൾ നദി നേർഗതി സ്വീകരിക്കുകയും നിക്ഷേപണം മൂലം വളഞ്ഞൊഴുകുന്ന ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്നും വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങളായി മാറുകയും ചെയ്യുന്നു. ഇത്തരം തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓക്സ്ബോ തടാകങ്ങൾ ഫോം ചെയ്യുന്നതിന്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം എങ്ങനെയാണ് ഒഴുകിയത്, പിന്നെ ഫാസ്റ്റ് കയറിയപ്പോൾ ഇത് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു പ്രദേശം അത് സെപ്പറേറ്റ് ആയിട്ട് മാറി. ഇതാണ് നമ്മുടെ ഓക്സ്ബോ തടാകങ്ങളുടെ രൂപീകരണം എന്ന് പറയുന്നത്. ഇനി ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യ സമതലങ്ങളെ വടക്കു നിന്നും തെക്കായിട്ട് മൂന്നായിട്ടാണ് തരംതിരിക്കുക. ഒന്ന് ബാബർ, രണ്ടാമത്തെ ടെറായ്, പിന്നെ എക്ക സമതലങ്ങൾ. ബാബർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പൊ നദികൾ ഇങ്ങനെ കൊണ്ടുവരുന്നത്, നദികൾ ഇങ്ങനെ വെള്ളം കൊണ്ടുവരുന്ന സമയത്ത് ആദ്യമുള്ള മണ്ണലുകൾ എന്ന് പറയുന്നത് വലിയ തടികളായിരിക്കും. അതേസമയം നമ്മളിങ്ങനെ ഒഴുകി ഓൾറെഡി ഇവിടെ ഉള്ള വലിയ കല്ലുകൾ വീണ്ടും ചെറുതാക്കിയിട്ടായിരിക്കും അടുത്ത ലെയറിൽ ഉണ്ടാക്കുക. അതിന്ന് താഴെയുള്ള ലെയറുകൾ എന്ന് പറയുന്നത് ചെറിയ തരികളായിരിക്കും. ഇത് ഏറ്റവും ഓൾഡായിട്ട് ഫോം ചെയ്തത് കൊണ്ട് തന്നെ ഇവ എന്തായിരിക്കും? നല്ല ജൈവ നിക്ഷേപങ്ങളായിരിക്കും. അതിനേക്കാൾ ജൈവ നിക്ഷേപം കുറഞ്ഞവയായിരിക്കും ഇവയുടെ സൈസ് കുറച്ച് കൂടുതലായിരിക്കും. അതിനേക്കാൾ സൈസ് കൂടിയവയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇവയുടെ ജൈവ നിക്ഷേപം എന്ന് പറയുന്നത് വളരെ കമ്മിയായിരിക്കും. അപ്പൊ ഇതിനനുസരിച്ച് ഇവയെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ബാബർ. ഈ ബാബർ എന്ന് പറയുന്ന വലിയ കല്ലുകളുള്ള ഫസ്റ്റത്തെ ലെയറിനെയാണ് ഫസ്റ്റത്തെ ലെയറിനെയാണ് ബാബർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമ്മൾ വടക്കു നിന്ന് തെക്കായിട്ടാണ് ഇതിനെ വിഭജിച്ചിരിക്കുന്നത്. അപ്പോൾ വടക്ക്
വടക്ക് വന്നിട്ട് ബാബർ ഉണ്ട്, അതിനുശേഷം ടെറായി, അതിനുശേഷം എക്കൽ സമതലങ്ങൾ. ഇവിടെ വലിയ കല്ലുകളായതുകൊണ്ട് തന്നെ ഇവ എന്ത് സംഭവിക്കും, ഇവിടെ വന്നിട്ട് നമ്മുടെ ഓൾറെഡി ഉള്ള നദികളെ കാണാൻ കഴിയില്ല. അതേസമയം ടെറായി എന്ന് പറയുന്നത് ചെറിയ ഇതാണ്, ഇവിടെ അപ്രത്യക്ഷപ്പെട്ടത് നദി ഇവിടെ വീണ്ടും കാണപ്പെടും. നമുക്കിത് വായിച്ചു നോക്കാം. ഈ മേഖലകളിൽ ഓരോന്നും സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിവാലിക് പർവ്വത നിരക്ക് സമാന്തരമായി അതിന്റെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഭാഗമാണ് ബാബർ. അതായത് ഈ സിവാലിക് നിരകളുടെ തൊട്ടടുത്ത് കാണപ്പെടുന്ന സമാന്തര ഭാഗമാണ് ബാബർ എന്ന് പറയുന്നത്. സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്തു നിന്നും ഏകദേശം 8 മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂഭാഗമാണിത്. പർവ്വത ഭാഗത്തു നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടാണ് ഈ സമതല ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത്. ഈ ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെ നദികൾ ഒഴുകുന്നതിനാൽ നദികൾ ഈ ഭാഗങ്ങളിൽ ദൃശ്യമാകുന്നില്ല. അതാണ് കണ്ടില്ലേ, നമ്മുടെ ഈ കല്ലുകളുടെ അടിയിലൂടെ നദികൾ പോകും, ഇവ കാണപ്പെടുന്നില്ല. അതേസമയം ഈ ടെറായ് മേഖലയിൽ ഇവ കാണപ്പെടും. പ്രളയ സമയത്ത് നദികൾ കരകവിഞ്ഞ് ഒഴുകുമ്പോൾ അവ ഒഴുകിക്കൊണ്ടിരുന്ന എക്കൽ ഇരു കരകളിൽ നിക്ഷേപിക്കപ്പെട്ട് സമതലങ്ങൾ രൂപം കൊള്ളുന്നു. ഇങ്ങനെ പ്രളയ സമയത്ത് എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന സമതലങ്ങൾ ആയതിനാൽ ഇവയെ പ്രളയ സമതലങ്ങൾ എന്നും വിളിക്കുന്നു. കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഇത്തരം പ്രളയ സമതലങ്ങളിലാണ് ലോകപ്രശസ്തമായ പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രളയം ഉണ്ടാകുന്ന സമയത്ത് ഈ കൊണ്ടുവരുന്ന നദി എല്ലാ മണ്ണിനെയും ഈ സൈഡിലേക്ക് നിക്ഷേപിക്കും. അങ്ങനെ ഇവിടെ എന്തുണ്ടാകും, ഇവിടെ കൃഷിക്കെല്ലാം അനുയോജ്യമാവും. ഇങ്ങനെ ഇവിടെ ഒരു ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ അവിടെ ആളുകൾ വസിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ബാബർ മേഖലയ്ക്ക് സമാന്തരമായി ഏകദേശം 10 മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളാണ് ടെറായ് എന്ന് പറഞ്ഞു. ബാബർ മേഖലയിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ ഇവിടെ പുനർജനിക്കുന്നു. ഇതൊക്കെ ഉണ്ടല്ലേ, ഇതാണ് ബാബർ മേഖല. ഇത് എന്താണ്, ടെറായ് മേഖലയാണ്. ഇവിടെ നമുക്ക് നദികൾ കാണപ്പെടാൻ കഴിയുന്നില്ല, ഇവിടെ എന്തുണ്ട്, നദികൾ കാണപ്പെടുന്നുണ്ട്. ഈ ടെറായ് മേഖലയിൽ സമ്പുഷ്ടമായ സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം ജീവിവർഗങ്ങളുമുണ്ട്. ടെറായ് മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതല ഭാഗമാണ് എക്കൽ സമതലങ്ങൾ എന്ന് പറയുന്നത്. ഈ പഴയ എക്കൽ നിക്ഷേപങ്ങളെ ബംഗർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങൾ എന്ത് പറയും, ഖാദർ എന്ന് പറയും. എന്താണ് പറയാ, ബംഗർ എന്നും ഖാദർ എന്ന് പറയാം. പഴയതിനെ ബംഗർ, പുതിയതിനെ ഖാദർ എന്ന് പറയും. ഈ നിക്ഷേപണ ഭൂരൂപങ്ങളെ നദീജന്യ ദ്വീപങ്ങൾ, മണൽ വരമ്പുകൾ, ഡെൽറ്റകൾ എന്നിവ ഈ മേഖലകളുടെ സവിശേഷതകളാണ്. അപ്പോൾ എന്താണ് ഇവയുടെ സവിശേഷതകൾ? ഈ നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകൾ, മണൽ വരമ്പുകൾ, ഡെൽറ്റകൾ എന്നിവ ഈ മേഖലയുടെ സവിശേഷതകളാണ്. പിടഞ്ഞൊഴുകുന്ന അരുവികൾ, വലയങ്ങൾ, ഓക്സ്ബോ തടാകങ്ങളും എന്നിവയും ഇവിടുത്തെ സവിശേഷതകളാണ്. ഇനി നദീജന്യ ദ്വീപുകൾ, നീർച്ചാലുകൾ, തിട്ടകൾ, മണൽ വരമ്പുകൾ ഇവ എന്തൊക്കെയാണെന്ന് നോക്കാം. സമതലങ്ങളിൽ നദിയുടെ ഒഴുക്കും ആഴവും താരതമ്യേന വളരെ കുറവാണ്. അതിനാൽ അവ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസാദങ്ങൾ നദീചാലുകളിൽ ദ്വീപുകളായും നദീജന്യ ദ്വീപുകൾ വശങ്ങളിൽ തിട്ടകളായും നീർച്ചാൽ തിട്ടകൾ ആയും നിക്ഷേപിക്കപ്പെടുന്നു. പൊടിമണൽ, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടുന്ന അവസാദങ്ങൾ നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളാണ് മണൽ വരമ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസാദങ്ങൾ നദീചാലുകളിൽ എന്താകും, ദ്വീപുകളായിട്ടും അതേപോലെ നദീജന്യ ദ്വീപുകൾ, നദികൾ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കുന്ന ദ്വീപുകളാണ് ഈ നദീജന്യ ദ്വീപുകൾ. പിന്നെ വശങ്ങളിലായിട്ട് തിട്ടുകളായിട്ട് ഉണ്ടാക്കുക, അതിനെ നീർച്ചാൽ തിട്ടകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നദീതടങ്ങൾ നിക്ഷേപിക്കപ്പെടുന്ന രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളാണ് മണൽ വരമ്പുകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡെൽറ്റകൾ നോക്കാം. സമുദ്രങ്ങളോട് ഒഴുകി നദീമുഖങ്ങളോട് അടുക്കുമ്പോൾ, നദീമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ നദികൾ ഈ അടുത്ത നദികളുമായിട്ടോ അല്ലെങ്കിൽ കായലിലോ അല്ലെങ്കിൽ കടലിലോ ചേരുന്ന ഭാഗത്തെയാണ് നദീമുഖം എന്ന് പറയുന്നത്. അപ്പൊ ഈ നദികൾ ഇങ്ങനെ വരുന്ന സമയത്ത് നദീമുഖത്തോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നു. നദികൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന അവസാദത്തിന്റെ അളവ് കൂടുതലായതിനാലും നദീജലം കൂടുതലായതിനാലും മിക്ക നദികളും ഈ പ്രദേശത്ത് കൈവഴികളായി പിരിഞ്ഞൊഴുകുന്നു. കണ്ടില്ലേ, ഇവ എന്താണ്, ഒരു ഡെൽറ്റ ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് കാണിക്കുന്നത്. കണ്ടില്ലേ, അതുകൊണ്ടാണ് ഇതിനെ ഡെൽറ്റ എന്ന് പറയുന്നത്. ഈ പ്രദേശത്ത് കൈവഴികളായി പിരിഞ്ഞൊഴുകുന്നു. അപ്പോൾ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിക്കപ്പെട്ട് ഏതാണ്ട് ത്രികോണാകൃതിയിലുള്ള ഭൂരൂപങ്ങൾ രൂപം കൊള്ളുന്നു. ഇവയാണ് ഡെൽറ്റകൾ എന്ന് പറയുന്നത്. ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിന്റെ ആകൃതിയോട് സാധ്യമുള്ളതുകൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് വന്നത്. അപ്പോൾ ഹിമാലയം തന്നിട്ടുണ്ട്, നമ്മൾ നോക്കണം ബാബർ, ടെറായ്, പിന്നെ എക്കൽ സമുദ്രത്തിന്റെ പഴയ ഭാഗങ്ങൾ ബംഗർ, പുതിയ നിക്ഷേപങ്ങള് എന്താ പറയുക, ഖാദർ എന്നും പറയുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഉത്തരേന്ത്യൻ മഹാസമുദ്രം ഉള്ളത്. അപ്പോൾ ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തെ കുറിച്ച് നമുക്കൊന്ന് ഓടിച്ചിട്ട് പോകാം. ഉത്തരേന്ത്യൻ മഹാസമുദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്,
സിവാലിക് നിരകളുടെ തെക്ക് ഭാഗത്തായിട്ട് അതുപോലെ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നവയാണ് ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം അല്ലെങ്കിൽ ഉത്തര മഹാസമുദ്രം അല്ലെങ്കിൽ വടക്കൻ മഹാസമുദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വടക്കൻ മഹാസമുദ്രത്തെ നമുക്ക് നാലായിട്ട് തിരിക്കാം. ബ്രഹ്മപുത്ര സമതലം, ഗംഗാ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, രാജസ്ഥാൻ സമതലം എന്നിങ്ങനെ. ഈ സമതലം രൂപീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളും കൊണ്ടുവന്നിട്ടുള്ള എക്കൽ സമതലവും അതുപോലെ ഉപദ്വീപീയം പീഠഭൂമികൾ കൊണ്ടുവന്നിട്ടുള്ള എക്കൽ സമതലവും എക്കലും അവസാദങ്ങൾ അടിഞ്ഞിട്ടാണ് നമ്മുടെ ഈ സമതലം രൂപീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ധാന്യപ്പുര അതുപോലെ കാർഷിക മേഖലയുടെ നട്ടല് എന്നെല്ലാം അറിയപ്പെടുന്ന ഭാഗമാണ് ഈ സമതലം എന്ന് പറയുന്നത്. സമതലങ്ങൾ ജീവിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ പണ്ട് തൊട്ട് തന്നെ ഇവിടെയുള്ള സംസ്കാരങ്ങൾ രൂപപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാനവികതയുടെ കളിത്തോട്ടൽ എന്നും ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റലം എന്നെല്ലാം അറിയപ്പെടുന്ന ഭാഗമാണ് ഇത്. ഇവിടെ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണുള്ളതുകൊണ്ട് കൃഷിക്കെല്ലാം അനുയോജ്യമാണ്. ഈ സമതലത്തെ നമ്മൾ എന്തായിട്ട് തിരിച്ചിരിക്കുന്നു? ഗംഗാ സമതലം ഇങ്ങനെ നാലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഗംഗാ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, രാജസ്ഥാൻ സമതലം, അതുപോലെ തന്നെ ഗംഗാ സമതലം ഇങ്ങനെ നാലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇത് എവിടെ നിന്നൊക്കെ വ്യാപിച്ചു കിടക്കുന്നു? കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു. പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലായിട്ട് 3200 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇന്ത്യയിൽ 2400 കിലോമീറ്റർ ആണ്. ഇതിന്റെ വീതി എന്ന് പറയുന്നത് 150 മുതൽ 300 കിലോമീറ്റർ ആണ്. ഇനി ഇവിടുത്തെ പ്രധാന കൃഷികളാണ് ഗോതമ്പ്, ചോളം, കരിമ്പ്, നെല്ല്, പയർവർഗ്ഗങ്ങൾ എന്നിവ. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും മറന്നുപോയി, ഈ ഭാഗത്തുണ്ടല്ലോ, അതായത് ഈ മരുഭൂമി ഭാഗത്ത് വെള്ളം കിട്ടാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള മെയിനായിട്ടുള്ള കൃഷികൾ എന്ന് പറയുന്നത് ബജ്റയും ജോവറുമാണ്. എന്താണ്? ബജ്റയും ജോവറുമാണ്. ഇനി ഇത് വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് നോക്കിയാണ് രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ആസാം എന്നിവിടങ്ങളിലെല്ലാം ഇത് വ്യാപിച്ചിരിക്കുന്നു. രാജസ്ഥാൻ സമതലം എന്താണെന്ന് പറഞ്ഞു? താർ മരുഭൂമിയുടെ ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലമാണ്. ഇതിന്റെ 2/3 ഭാഗം രാജസ്ഥാനിലാണ്. അതിന്റെ ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചെടുക്കുന്നു. മരുഭൂമി മേഖലയെ മരുസ്ഥലം എന്നും അർദ്ധ മരുഭൂമി മേഖലയെ അർദ്ധവരണ്ട സ്ഥലം അഥവാ രാജസ്ഥാൻ ബാഗർ എന്നും താർ മരുഭൂമിയെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ആറേവലി പർവ്വതനിരയുടെ പടിഞ്ഞാറായിട്ടാണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാൻ സമതലം എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. അവിടെയുള്ള പ്രധാന ഉപ്പ് തടാകങ്ങളാണ് സാമ്പാർ, ദിദ്വാന, സർഗോൾ എന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ പ്രധാന നദിയാണ് ലൂണി നദി എന്ന് പറയുന്നത്. ഇതെല്ലായ്പ്പോഴും വെള്ളം ഉണ്ടാകുന്നതല്ല. പിന്നെ അടുത്താണ് പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത്. രാജസ്ഥാൻ സമതലത്തിന് വടക്ക് കിഴക്കും അതുപോലെ കിഴക്കോട്ടുമായിട്ടാണ് ഈ പഞ്ചാബ് ഹരിയാന സമതലം ഉള്ളത്. ഇത് എന്താണ്? കുറച്ചുകൂടി ഫലഭൂയിഷ്ടമായിട്ടാണ്. പിന്നെ ഇത് യമുന തീരം വരെ വ്യാപിച്ചവർക്കാണ് ചെയ്യുന്നത്. ഇവിടെയുള്ള പ്രധാന കൃഷികളാണ് ഗോതമ്പ്, കരിമ്പ്, ചോളം എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്? ചലം, ചിനാബ്, രവി, സത്ലജ് തുടങ്ങിയ നദികൾ, സിന്ധു നദികളുടെ പോഷക നദികൾ ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന ഏരിയയാണ് ദോബ് എന്ന് പറയുന്നത്. ദോബുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ദോബുകൾ ചേർന്നിട്ടാണ് ഈ പഞ്ചാബ് ഹരിയാന സമതലം രൂപപ്പെട്ടിരിക്കുന്നത്. ദോബുകൾ എന്ന് പറഞ്ഞാൽ 2 നദികൾക്കിടയിലുള്ള സ്ഥലമാണ്. ഈ നദികൾക്കിടയിൽ എങ്ങനെയാണ് ഉള്ള സ്ഥലം ഉണ്ടാക്കിയിരിക്കുന്നത്, സമതലം ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ 2 നദികളും കൊണ്ടുവരുന്ന എക്കൽ മണ്ണുകൾ അടിഞ്ഞ് അവസാദങ്ങൾ രൂപപ്പെട്ടിട്ടാണ് ഈ ഇടയിൽ എന്തുണ്ടാക്കിയിരിക്കുന്നത്? ദോബുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട 5 ദോബുകളുണ്ട്. ഈ 5 ദോബുകൾ ഏതൊക്കെയാണ്? ഒന്ന് ബാരി ഡോബ്. ബാരി ഡോബ് എങ്ങനെയാണ്? ഒന്ന് ബിസ്ത് ദോബ്. ബിസ്ത് ബ്യാസ് നദിക്കും സത്ലജ് നദിക്കും. ബാരി നോബ് ബ്യാസ് നദിക്കും രവിക്കും നദിക്കും. രജന ദോബ് രവി നദിക്കും ചിനാബിനും. ചാജ് ദോബ് ചിനാബിനും ജലത്തിനും. സിന്ധു സാഗർ ദോബ് സിന്ധു നദിക്കും ചലം, ചിനാബ് അങ്ങനെയുള്ള ഇതിൻ്റെ എല്ലാം ഇടയിലാണ് ഈ സിന്ധു ദോബ്, സിന്ധു സാഗർ ദോബ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. അടുത്തതാണ് ഗംഗാ സമതലം. ഗംഗാ സമതലം എന്ന് പറയുന്നത് അഗൈൻ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇത് പണ്ട് ആര്യാവർത്തം എന്നാണ് അറിയപ്പെടുന്നത്. ഗംഗയും അതുപോലെ തന്നെ ഗംഗയുടെ പോഷക നദികളും ഉണ്ടാക്കിയിരിക്കുന്ന എക്കൽ മണ്ണിന്റെ അവസാദങ്ങൾ അടിഞ്ഞുകൂടിയിട്ടാണ് ഈ ഗംഗാ സമതലം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായിട്ടാണുള്ളത്. യമുന നദി സ്റ്റാർട്ട് ചെയ്തിട്ട് ബംഗ്ലാദേശ് വരെയാണ് ഇന്ത്യയിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഈ സമതലം ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെയും ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഗംഗാ നദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്ന നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് ഈ ഏറ്റവും വലിയ സമതലം രൂപപ്പെട്ടിരിക്കുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഏറ്റവും വലിയ സമതലം എന്ന് പറയുന്നത് ഗംഗാ സമതലമാണ്. ഇതിന്റെ ചരിവ് എന്ന് പറയുന്നത് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടുമായിട്ടാണ്. ഈ ഗംഗാ സമതലത്തെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഉപരിഗംഗാ സമതലം, മധ്യഗംഗാ സമതലം, കിഴക്ക് ഗംഗാ സമതലം, കീഴ് ഗംഗാ സമതലം എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിന്റെ ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
ഇനി ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മപുത്ര നദി കൊണ്ടുവന്നിരിക്കുന്ന പ്രസാദങ്ങളുടെ നിക്ഷേപണ പ്രക്രിയയായിട്ടാണ് ഈ ബ്രഹ്മപുത്ര സമതലം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ പടിഞ്ഞാറ് അതിര് എന്ന് പറയുന്നത് നമ്മുടെ ഗംഗാ സമതലം, വടക്ക് എന്ന് പറയുന്നത് ഹിമാലയം, കിഴക്ക് എന്ന് പറയുന്നത് കിഴക്കൻ കുന്നുകൾ, താഴെ എന്ന് പറയുന്നത് അതൊക്കെയാണ് ഗാരോ, ഖാസി, ജാന്തേ കുന്നുകൾ ചേർന്നിട്ടാണ് ഇതിന്റെ അതിരുകൾ ഇതാക്കിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിന്റെ അടുത്തായതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ എന്ന് പറയുന്നത് ചണവും നെല്ലുമാണ്. പിന്നെ ഇത് ഏകദേശം കിലോമീറ്റർ 720 കിലോമീറ്റർ നീളവും അതുപോലെ 60 മുതൽ 70 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാരണമാണ് ഡെൽറ്റകൾ. ഈ സമതലത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റകൾ കാണപ്പെടുന്നു. ഗംഗാ സമതലത്തിന് കീഴ്ഭാഗത്തായി രൂപം കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻ ഡെൽറ്റ അല്ലെങ്കിൽ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്താണ്? അത് ഈ ബ്രഹ്മപുത്ര സമതലത്തിന്റെ സവിശേഷതയാണ്. ഇതിന്റെ എന്തുകൊണ്ടാണ് ഈ സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ എന്താ പറയുന്നത് ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ. ഇതിന് എന്തുകൊണ്ട് സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത്? അത് കാരണം സുന്ദർബൻ മരങ്ങളുള്ളതുകൊണ്ട് ഇവയെ സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളാണ് ഈ സുന്ദർബൻസ് എന്ന് പറയുന്നത്. ഇതിന് സുന്ദർബൻസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ്. അതും മറക്കരുത്. ഏകദേശം 56,275 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സമതലം ബ്രഹ്മപുത്ര നദിയുടെയും അതിന്റെ പോഷക നദികളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെട്ടതാണ്. തീസ്ത, മാനസ്, ലോഹിത്, ദിബാങ് എന്നിവയാണ് ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന പോഷക നദികൾ. പിന്നെ ഈ സമതലം എക്കൽ വിശാരകൾ സംരംഭമാണ്. എന്താണ് എക്കൽ വിശാരകൾ പറഞ്ഞാൽ? നമ്മുടെ നദികൾ സമുദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ അവയുടെ നീരൊഴുക്ക് കുറയും. അവ കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഇങ്ങനെ വീശറി പോലെ എന്ത് ചെയ്യും? നിക്ഷേപിക്കപ്പെടും. ഈ ഒരു ഇതാണ് എക്കൽ വിശറി എന്ന് പറയുന്നത്. അതിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ മിയാൻഡറുകളുണ്ട്, ഓക്സ്ബോ തടാകങ്ങളുണ്ട്. മിയാൻഡറുകൾ എന്ന് പറഞ്ഞാൽ നദികൾ ഇങ്ങനെ വരുന്ന സമയത്ത് അവ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെടും. അപ്പോൾ അതിന്റെ ഫാസ്റ്റ് എന്ത് ചെയ്യും? കമ്മിയാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? ആ അവസാദങ്ങൾ തട്ടിയിട്ട് അവ വളഞ്ഞു ഒഴുകും. പിന്നെ വീണ്ടും വേറെ നിക്ഷേപിക്കും, വീണ്ടും അവിടെ നിന്ന് വളയും. ഇങ്ങനെ ഒഴുകുന്ന ഈ ഒരു ഇതിനെയാണ് നദി മിയാൻഡറിങ് അല്ലെങ്കിൽ നദീ വലയങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇങ്ങനെ വളഞ്ഞു ഒഴുകുന്ന നദികൾ പിന്നീട് നല്ല ജലപ്രവാഹം വരുന്ന സമയത്ത് ഇവ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒഴുകും. ഈ അവസാദങ്ങളെല്ലാം തട്ടി നോക്കിയിട്ട് എന്ത് ചെയ്യും? സ്ട്രെയിറ്റ് ആയിട്ട് ഒഴുകും. അപ്പോൾ ഓൾറെഡി ഒഴുകിയ ഭാഗമുണ്ടല്ലോ, അവ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇതായിട്ട് മാറും, തടാകമായിട്ട് മാറും. ഈ ഒരു തടാകങ്ങളെയാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഭൂപ്രകൃതിയുടെ സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്കു നിന്നും തെക്കായിട്ട് 3ആയിട്ട് തരംതിരിക്കാം. ബാബർ, ടെറായി, എക്ക സമതലങ്ങൾ. ബാബർ എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്തുള്ളതാണ്. ശിവാലിക് നിരകളുടെ തൊട്ട് താഴെ 8 മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ബാബർ എന്ന് പറയുന്നത്. ഇവയ്ക്ക് വീതി കുറഞ്ഞ പ്രദേശം, അതുപോലെ തന്നെ ഉള്ളം കല്ലുകളും ഇവിടെയുണ്ട്. കൃഷിക്ക് തീരെ അനുയോജ്യമല്ല. അടുത്തതാണ് ടെറായ്. ടെറായ് പറഞ്ഞാൽ ഈ ചെറിയ ഉരുളം കല്ലുകളുള്ളത് പ്രദേശമാണ്. ജീവാംശം ഇതിനേക്കാൾ കൂടുതലാണ്, ബാബറിനേക്കാൾ കൂടുതലാണ് ഈ ടെറായ് മേഖലയിലുള്ളത്. ഇവ എത്രയാണ്? ഇവ 10 മുതൽ 20 കിലോമീറ്റർ വരെ ബാബറിന് സമാന്തരമായിട്ടാണ് കാണപ്പെടുന്നത്. ഇവ എന്ത് ചെയ്യും? ബാബറിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ അവിടെ കാണപ്പെടും, ഈ ടെറായ് മേഖലയിൽ കാണപ്പെടും. പിന്നെ ടെറായ് മേഖലയ്ക്ക് തെക്കായിട്ടാണ് എക്കൽ നിക്ഷേപങ്ങളായി രൂപപ്പെട്ട സമതല ഭാഗങ്ങളാണ് എക്കൽ സമതലങ്ങൾ എന്ന് പറയുന്നത്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യ ഭാഗമാണ് ഈ എക്കൽ സമതലങ്ങൾ എന്ന് പറയുന്നത്. പഴയ എക്കൽ നിക്ഷേപങ്ങളെ ബങ്കർ എന്നും പുതിയ നിക്ഷേപങ്ങളെ ഗാദർ എന്നും അറിയപ്പെടുന്നു. നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജല ദ്വീപുകൾ, മണൽ വരമ്പുകൾ, ഡെൽറ്റകൾ എന്നിവ ഈ മേഖലയുടെ സവിശേഷതകളാണ്. അതുപോലെ തന്നെ പിണഞ്ഞൊഴുകുന്ന അരുവികൾ, മിയാൻഡേഴ്സ്, ഓക്സ്ബോ തടാകങ്ങൾ എന്നിവയും ഇവിടുത്തെ സവിശേഷതകളാണ്. പിന്നെ അതില്ലാതെ നദീജല ദ്വീപുകൾ, നീർച്ചാൽത്തിട്ടകൾ, മണൽ വരമ്പുകൾ എന്നിവയും ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതാണ് ഡെൽറ്റകൾ എന്ന് പറയുന്നത്. നദീമുഖത്ത് എത്തുന്ന സമയത്ത് നദികളിൽ അവസാദങ്ങൾ കൂടുതലായിരിക്കും, നദികളുടെ ഫാസ്റ്റ് കമ്മിയായിരിക്കും. അതുകൊണ്ട് തന്നെ നദികൾ എന്ത് ചെയ്യും? പിരിഞ്ഞിട്ടൊഴുകും. ഈ പിരിഞ്ഞൊഴുകുന്ന ഭാഗത്ത് നമ്മൾക്ക് കാണപ്പെടുക ഒരു ഡെൽറ്റ പോലുള്ള ഒരു ഷേപ്പായിട്ടാണ് കൈവരിയായിട്ട് പിരിയുന്നത്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഡെൽറ്റകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെൽറ്റ കാണപ്പെടുന്ന പ്രദേശമാണ് നമ്മൾ പറഞ്ഞിരുന്നു ബ്രഹ്മപുത്ര സമതലത്തിലെ സുന്ദർബൻ ഡെൽറ്റ. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റകൾ ഈ ബ്രഹ്മപുത്ര സമതലത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഉത്തരേന്ത്യൻ മഹാസമതലത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്